സാഹിതിയിലേക്ക് ഏവർക്കും സ്വാഗതം. എന്റെ പേര് വരദ. കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തിറക്കുന്ന പുസ്തകങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുകയാണ് ഞങ്ങൾ. കൊച്ചു കൂട്ടുകാർക്കായി ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഉഷ കണവില്ലിൽ എഴുതിയ ഉറുമ്പുകൾ പഠിപ്പിച്ച പാഠം എന്ന പുസ്തകമാണ്. മുത്തശ്ശി കഥകൾ, ലെസൺസ് ഫോർ ലൈഫ്, മിന്നാമിനുങ്ങളുടെ ഇത്തിരി വെട്ടം എന്നിവയാണ് ഉഷ കണവില്ലിന്റെ മറ്റു പുസ്തകങ്ങൾ. ഒരു പുസ്തകം തിരഞ്ഞെടുക്കുമ്പോൾ നമ്മെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് ആ പുസ്തകത്തിലെ കവർ പേജ് ആണ്. ഉറുമ്പുകൾ പഠിപ്പിച്ച പാഠം എന്ന ഈ പുസ്തകത്തിലെ കവർ പേജും മനോഹരമായ ചിത്രങ്ങളും വരച്ചിരിക്കുന്നത് ബാസി മറിയമാണ്. കൂട്ടുകാരെ, നിങ്ങൾ ഉറുമ്പുകളെ നിരീക്ഷിക്കാറുണ്ടോ? അവ എന്തൊക്കെയാണ് ചെയ്യുന്നത്? നമ്മൾ നോക്കുമ്പോൾ ഉറുമ്പുകൾ വരിവരിയായി പോകുന്നത് നമുക്ക് കാണാൻ കഴിയും, ഇല്ലേ? ഇപ്പോൾ നമ്മൾ കുറച്ച് ധാന്യമണികൾ താഴെ ഇടുകയാണെന്ന് കരുതുക. കുറച്ചു കഴിഞ്ഞ് വന്ന് നോക്കിയാൽ നമുക്ക് എന്താണ് കാണാൻ സാധിക്കുക? കുറേ ഉറുമ്പുകൾ വന്ന് ആ അരിമണി പൊക്കി എടുത്തുകൊണ്ട് പോകുന്നത് കാണാൻ സാധിക്കും. ഇതിലൂടെയൊക്കെ നമുക്ക് എന്താണ് മനസ്സിലാകുന്നത്? വരിവരിയായി നടക്കുന്നതിലൂടെ അച്ചടക്കവും ധാന്യമണി കൂട്ടത്തോടെ വന്ന് പൊക്കിയെടുത്തുകൊണ്ട് പോകുന്നതിലൂടെ ഒരുമയും കൂട്ടായ്മയും നമുക്ക് മനസ്സിലാകുന്നു, ഇല്ലേ കൂട്ടുകാരെ? ഇനി നമുക്ക് കഥയിലേക്ക് വരാം. ഈ കവർ പേജിൽ നിങ്ങൾ തന്നെ നോക്കൂ. ഒരു കുട്ടി ലെൻസ് വെച്ച് ഉറുമ്പുകളെ നിരീക്ഷിക്കുകയാണ്. ആരാണ് ആ കുട്ടി? അവൻ എന്തിനാണ് ആ ഉറുമ്പുകളെ നിരീക്ഷിക്കുന്നത്? ഈ കുട്ടി രാഹുലാണ്. രാഹുൽ അന്ന് വൈകിയാണ് സ്കൂളിലേക്ക് എത്തിയത്. ടീച്ചർ കാരണം ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞ എന്താണെന്നോ? പുളിയുറുമ്പ്. രാഹുൽ കുറച്ചുകൂടി വിശദമാക്കി. ടീച്ചർ തലേ ദിവസം ഉറുമ്പുകളെ കുറിച്ചാണ് പഠിപ്പിച്ചത്. അത് ഓർത്തുകൊണ്ട് നടക്കുകയായിരുന്നു രാഹുൽ. അപ്പോൾ അവൻ ഒരു ഉറുമ്പിൻ കൂട് കണ്ടു. അത് നോക്കി നിന്നത് കൊണ്ടാണ് അവന്റെ സമയം പോയത്. അപ്പോൾ കുട്ടികൾക്കും ഒരാഗ്രഹം, ഞങ്ങൾക്കും ആ ഉറുമ്പിൻ കൂട് കാണണമെന്ന്. അങ്ങനെ ടീച്ചർ അവരെ ആ ഉറുമ്പിൻ കൂട് കാണിച്ചു കൊടുത്തു. അപ്പോ നമുക്കും ആ ടീച്ചറിന്റെ കൂടെ ഉറുമ്പിൻ കൂട് കാണാൻ പോയാലോ? ഈ പുസ്തകം നിങ്ങൾ ഉറപ്പായും വായിക്കണം. ഉറുമ്പുകൾ പഠിപ്പിച്ച പാഠം വായിച്ചു കഴിയുമ്പോഴേക്കും നമ്മൾ അറിയാതെ തന്നെ ഉറുമ്പുകളെ നിരീക്ഷിക്കാൻ തുടങ്ങിയിരിക്കും. അത് ഉറപ്പാണ്. അപ്പോൾ എല്ലാവരും ഈ പുസ്തകം വായിക്കണം കേട്ടോ. ടാറ്റാ.